ലോകത്തിന്റെ തേങ്ങലായി മാറിയ നോത്രദാം കത്തീഡ്രലിനെ കേവലം ഒരു ചരിത്ര സ്മാരകം മാത്രമാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നതായി ആക്ഷേപം. ഇതൊരു മ്യൂസിയമല്ല, യേശുവിൻ്റെ നാമത്തിൽ നിർമ്മിച്ച കത്തീഡ്രലാണിതെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് പാരീസ് ആർച്ച് ബിഷപ്പും ഇതിനെതിരെ രംഗത്തെത്തി. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ക്രൈസ്തവരുടെ സുപ്രധാന ദേവാലയങ്ങളിലൊന്നായ നോത്രദാം കത്തീഡ്രലിലെ അഗ്നിബാധ ലോകജനതയെ തന്നെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. യേശുവിൻ്റെ ശിരസിൽ റോമൻ പടയാളികൾ അണിയിച്ച മുൾക്കിരീടം ഉൾപ്പെടെയുള്ള തിരുശേഷിപ്പുകളുടെ സൂക്ഷിപ്പ് കേന്ദ്രം കൂടിയായിരുന്നു നോത്രദാം. നാശനഷ്ടങ്ങൾ സംഭവിച്ച കത്തീഡ്രൽ പുനർനിർമ്മിക്കുന്നതിന് ലോകവ്യാപകമായ സഹായ വാഗ്ദാനങ്ങൾ ഒഴുകിയെത്തി. എന്നാൽ പുനർനിർമ്മാണം സംബന്ധിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രസ്താവനകളാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. മാറിയ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കണമെന്ന് ചില തൽപരകക്ഷികൾ ആവശ്യപ്പെട്ടതിനെ വലിയ ആശങ്കയോടെയാണ് സഭ കാണുന്നത്. ഗോത്തിക് സ്തൂപത്തോടൊപ്പം ഒരു ഇസ്ലാമിക് മിനാരം കൂടി ഉണ്ടായാൽ നല്ലതാണെന്ന് ചില കേന്ദ്രങ്ങൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇതിനിടെയാണ് നോത്രദാമിനെ കേവലം ഒരു സ്മാരക മന്ദിരമാക്കാനുള്ള ശ്രമം. ഇതിനെതിരെ സഭ ഉയർത്തിയ പ്രതിരോധത്തിൽ വിശ്വാസികൾ പോലും അണിചേരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിനെതിരെ ക്രൈസ്തവ നേതാക്കളും പാരീസ് ആർച്ച് ബിഷപ്പ് മൈക്കിൾ ഒപ്പിറ്റേറ്റും ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്ത് വരികയായിരുന്നു. നിരവധി പേർ വരുന്നു എന്നതുകൊണ്ട് ഇതൊരു മ്യൂസിയം അല്ലെന്നും യേശുനാമത്തിൽ പണിയപ്പെട്ട ദേവാലയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ വർഷവും 13 ദശലക്ഷത്തിലധികം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും നോത്രദാം കത്തീഡ്രൽ കാണാൻ എത്താറുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.